ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് 9.5 സെൻറ്റിൽ 9.5 സെൻറ്റിൽ ഇരിക്കുന്നത് 2600 സ്ക്വയർ ഫീറ്റ് വീടാണ്. അതായത് 1300 താഴെ 1300 മേളിലും. അപ്പോൾ ഈ 9 സെൻറ്റിൽ ഈ ഒരു വീട് കൂടാതെ ഔട്ട് ഹൗസ് കൂടി ഉണ്ട്. അത് 700 സ്ക്വയർ ഫീറ്റ് വരെ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. കിച്ചൺ ഉണ്ട്, ഹാളുണ്ട്. ഇതാണ് ഔട്ട് ഹൗസിലുള്ളത്. അതുപോലെ ഈ ഒരു വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ താഴെ 2 ബെഡ്റൂം അറ്റാച്ച്ഡ്, പിന്നെ ഒരു ബിഗ് ഹാളുണ്ട്, കിച്ചൺ ഉണ്ട്, സ്റ്റോർ റൂമുണ്ട്. അപ്പോൾ താഴെ റെൻറ്റിന് കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കയറി കാണാൻ പറ്റിയില്ല, അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. പിന്നെ അപ്സ്റ്റെയർ ഫസ്റ്റ് ഫ്ലോർ പറയുകയാണെങ്കിൽ 3 BHK ആണ് അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട്. പിന്നെ ഹാളുണ്ട്, കിച്ചൺ ഉണ്ട്. കിച്ചൺ ഫുള്ളി ഫർണിഷ്ഡ് ആണ് കേട്ടോ. പിന്നെ വിത്ത് അവിടെയുള്ള എല്ലാ സാധനങ്ങളും ഉൾപ്പെടെയാണ് ഇവർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വീടിൻ്റെ അകത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടെറസിലാണെങ്കിലും ഒരു ബെഡ്റൂമുണ്ട്, അതിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. പിന്നെ മേളിൽ സോളാറൊക്കെ ഉണ്ട്. പിന്നെ വാട്ടർ പ്യൂരിഫയർ ഉണ്ടാക്കിയാനൊന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം. ഇത് ഓരോ ബെഡ്റൂമായിട്ട് ഒന്ന് ഓടിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തന്നെയാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് ചോദിക്കണത് 2.15 CR ആണ്. അതായത് 2,15,00,000. പിന്നെ അവർക്ക് എക്സ്ചേഞ്ചും താല്പര്യമുണ്ട്. ഒരു 4-5 സെൻറ്റ് സ്ഥലമായിട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എക്സ്ചേഞ്ചും താല്പര്യമുള്ളതാണ്. പിന്നെ നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് ബോൾഗാട്ടി ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്ററാണ്. അതുപോലെ ഹൈക്കോർട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 3 കിലോമീറ്ററാണ് ഈ ഒരു വീട്ടിലേക്കുള്ളത്. അതുപോലെ കണ്ടെയ്നർ റോഡിലേക്കും നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയ കണ്ടെയ്നർ റോഡിലേക്കും കയറാവുന്നതാണ്. അതുപോലെ അത് ഏകദേശം ഒരു 5 കിലോമീറ്ററായിട്ട് ഉണ്ട് കണ്ടെയ്നർ റോഡിലേക്ക്. അതുപോലെ ക്രിസ്ത്യൻ പള്ളി, അമ്പലം, മുസ്ലിം പള്ളി, ഇതെല്ലാം ഒരു 1 കിലോമീറ്ററിൽ ഡിസ്റ്റൻസിൽ ഉണ്ട്. ക്രിസ്ത്യൻ പള്ളി എനിക്ക് തോന്നുന്ന 500 മീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പിന്നെ ബസ് റൂട്ടാണ് കേട്ടോ. ബസ് റൂട്ട് ഫ്രണ്ടേജും ആണ് കേട്ടോ. ഹൈക്കോട്ട് മുളവാട് ബസ് റൂട്ടിൻ്റെ ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞിരുന്നു സോളാർ, ഇതെല്ലാം ഉൾപ്പെടെയാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഓടിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തന്നെയാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ കോമ്പൗണ്ട് വാൾ അതൊക്കെ ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം. എന്താ സ്പേസ് സൈഡിലും ബാക്കിലൊക്കെ ആയിട്ടുണ്ട് എന്നും കൂടി ഞാനൊന്ന് ഓടിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഒരു 3 പ്ലോട്ട് അപ്പുറം പുഴയാണ്. ഇതുണ്ടല്ലോ അല്ലേ, പുറകിൽ ഇത്ര സ്പേസ്. പിന്നെ 2 സൈഡിലും അത്യാവശ്യം സ്പേസ് കിടക്കുന്നുണ്ട്. ഈ ഔട്ട് ഹൗസിൻ്റെ ബാക്കിലായിട്ടും സ്പേസ് ഉണ്ട്. നോക്കിക്കോട്ടോ, എന്നിട്ട് ഇത്ര ഗ്യാപ്പ് അവിടെ ഉണ്ട്. ഔട്ട് ഹൗസാണ് കാണുന്നത്, കണ്ടല്ലോ അല്ലേ. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങളെ ഒന്നുകൂടി കാണിച്ചാണ്. ഫ്രണ്ടിൽ നിന്ന് ബാൽക്കണിയിൽ നിന്ന്, അത് ഫസ്റ്റ് ഫ്ലോർ ബാൽക്കണിയിൽ നിന്ന് എടുത്തൊരു വ്യൂ ആണ് കാണുന്നത്. അതുപോലെ നമ്മുടെ ടെറസിലെ സോളാറൊക്കെ കാണിച്ചു തന്നിരുന്നത് കണ്ട. ഇവിടെയാണ് ഒരു റൂമും കൂടി ഉണ്ടെന്ന് പറയുന്നത്. അറ്റാച്ച്ഡ് അല്ല, പക്ഷെ അവിടെ ഒരു ബാത്റൂം സെറ്റ് ചെയ്തെടുത്താൽ നല്ല ഒരു സെപ്പറേറ്റ് റൂമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ. പിന്നെ ഇതിപ്പോൾ ഫസ്റ്റ് ഫ്ലോർ കണ്ട, ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സ്റ്റെയർ ഇങ്ങനെ ഇറങ്ങുന്നത് ഫസ്റ്റ് ഫ്ലോറാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളാണ് നമ്മൾ കാണിച്ചത്. ഇവിടെ ഒരു സെപ്പറേറ്റ് റൂമുണ്ട്, അതും കൂടി ചേർത്താണ് കേട്ടോ 3 ബെഡ്റൂം നമ്മൾ അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞത് ഫസ്റ്റ് ഫ്ലോറിൽ. അത് മേളിലെ വേറെ, ഇവിടത്തേൽ ഇതിൽ കൂട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ ഉള്ളിൽ നമുക്കൊരു വഴി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.